പ്രവാസികളുടെ കുട്ടികൾ പലപ്പോഴും ദുബായ് എന്ന് കേൾക്കുമ്പോൾ ബുർജ് ഖലീഫയും ബുർജുൽ അറബും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. മറ്റ് സൈഡ് കണ്ടിട്ടില്ലല്ലോ. ഉപ്പ നിൽക്കുന്ന ലേബർ ക്യാമ്പ് കണ്ടിട്ടില്ല, കാണിക്കത്തുമില്ല. എന്റെ ഉപ്പ കാണിച്ചിട്ടില്ല കേട്ടോ. എന്റെ ഉപ്പ അബുദാബി എയർപോർട്ടിൽ 40 വർഷം ഒരു എംപ്ലോയറിന്റെ കീഴിൽ വർക്ക് ചെയ്തതാണ്. ഉപ്പ വരുമ്പം ഫുൾ കളർഫുൾ ആണ്, ഫുൾ ലഗേജ് ഉണ്ട്, എല്ലാവർക്കും സാധനങ്ങളുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഉപ്പ കസ്റ്റംസിലെന്നാണ്. കാര്യം എയർപോർട്ട് എന്ന് കേൾക്കുമ്പോൾ സാഗർ ഇലിയസ് ജാക്കിയില് മറ്റേ മോഹൻലാലിന്റെ വൈറ്റ് ആൻഡ് വൈറ്റ് ബ്രീഫ് കേസ് ഒക്കെ ഉണ്ടല്ലോ, ആ സ്വർണ്ണക്കടത്തുകാരെ പിടിക്കുന്നു. ആ ഒരു ഇമേജാണ് നമുക്ക് ഉപ്പായെ കുറിച്ച് ഉണ്ടായിരുന്നത്. എന്നെ ആദ്യമായിട്ട് എന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഇടയിൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ബനിയാസിൽ അദ്ദേഹത്തിന്റെ അക്കോമഡേഷൻ കണ്ടപ്പോ ഉപ്പ ബങ്കർ ബെഡിന്റെ ഏറ്റവും ടോപ്പിൽ ഉപ്പ കിടന്ന് ഇടം മാറി എനിക്ക് തന്നപ്പോ ഞാൻ മേളിൽ കയറി ബങ്കർ ബെഡിന്റെ ഉപ്പ താഴെ. അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര ഭാരമാണ്. കാര്യം ഉപ്പ താഴെ കിടപ്പാടെ മേളിൽ ഞാൻ കയറി കിടക്കാം. ഈ ഉപ്പായ ഞാൻ കരുതിയത് കസ്റ്റംസ് ഓഫീസറായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എയർപോർട്ട് ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്ന ആളെ 16 പേരുള്ള ഒരു മുറി കണ്ടപ്പോ അന്ന് മനസ്സിലായി ഞാൻ ഇനി നാട്ടിൽ തിരിച്ചു പോയ എന്റെ കൂട്ടുകാരുമൊത്ത് കളിച്ച് നടക്കില്ല. പോയ പേപ്പർ എഴുതിയെടുക്കണം, പഠിക്കണം. ഒരു പോയിന്റ് വരെ എന്റെ ലൈഫിൽ ഉണ്ടായ എല്ലാ തകർച്ചയ്ക്കും കാരണം എന്റെ ഉപ്പാടെ ഇവിടുത്തെ ജീവിതം അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴും പറയും അത് മാതാപിതാക്കളുടെ കയ്യിലാണ്. പ്രവാസി മക്കളെ അറിയിക്കണം എന്റെ ജീവിതം എന്താണ്, ഞാൻ കിടക്കുന്ന ഇടം എന്താണ്, കഴിക്കുന്ന ആഹാരം എന്താണ് ഒക്കെ പറഞ്ഞു കൊടുക്കണം.